സുഹൃത്താണ് മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകൾ രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. രണ്ടും ഡെഫിനിറ്റ് ഇന്റഗ്രലാണ്. ഏറ്റവും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളത് മീൻസ് ഒരു 80% ഓഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ ഇന്റഗ്രേഷന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രലാണ്. കാരണം ഇന്റഗ്രേഷൻ കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ മുന്നോട്ട് കുറച്ച് പോയെങ്കിലേ ഫൈനൽ ആൻസർ കിട്ടത്തുള്ളൂ. ഇന്റഗ്രേഷനെ ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നെ അടുത്ത് മുന്നോട്ട് പോകാൻ ഇത്തിരി ടഫാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസുകളും നമ്മുടെ ഇപ്പൊ ചാനൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യൻസുകൾ കാണാൻ പറ്റും. മാക്സിമം നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ ബുക്കിൽ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. മാക്സിമം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോടൊന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, ഫസ്റ്റ് ഇന്റഗ്രൽ 0 to 1 tan inverse x by 1 plus x square dx. ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. tan inverse x ഉം by 1 plus x square ഇവ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് വരുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചോണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അയാളുടെ അവിടെ ഡെറിവേറ്റീവ് ഇവിടെ കാണും. ടാൻ ഇൻവേഴ്സ് എക്സും സൈൻ ഇൻവേഴ്സ് എക്സും ഇവനെ രണ്ടുപേരെ ആരും വിടരുത്. എക്സാമിന് വരുന്ന രണ്ട് ടേംസുകളാണ്. ഇപ്പൊ ഈ ടാൻ ഇൻവേഴ്സ് എക്സിന് ചിലപ്പോൾ സ്ക്വയർ കാണാം കേട്ടോ, ചിലപ്പോൾ സ്ക്വയർ കാണാം, ക്യൂബ് കാണാം, അതൊന്നും കുഴപ്പമില്ല. ബൈ 1 plus x square ഉണ്ടെന്ന് പറഞ്ഞാൽ 1 മണ്ടയ്ക്ക് വായിച്ചാൽ 1 by 1 plus x square എന്ന് പറഞ്ഞാൽ ഈ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ u ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് du ഈക്വൽ ടു 1 by 1 plus x square dx. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നോക്കിക്കേ, 1 by 1 plus x square dx ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഇത്രയും ഭാഗം എല്ലാവരും കാണണം. ഇത്രയും ഭാഗം ഇവിടെ ഒരു 1 ഉണ്ടെന്ന് വായിച്ചോണം കേട്ടോ. 1 by 1 plus x square dx ആരായിട്ട് മാറും? ഇത്രയും ടേം ആരായിട്ട് മാറും? du ആയിട്ട് മാറും. ഓക്കെ, ഈ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് യു ആയിട്ട് മാറുമ്പോൾ ഇത് യു ഡി യു എക്സ് ഡി എക്സ് അത്ര പോലെ ഉള്ളൂ. എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, യുവിന്റെ ഇന്റഗ്രൽ യു സ്ക്വയർ ബൈ 2 പോലെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ബട്ട് ലിമിറ്റ് മാറ്റണം. ഈ 0 to 1 എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാനുള്ളതായിരുന്നു. പക്ഷെ നമ്മുടെ ലിമിറ്റ് ഇപ്പൊ നമ്മുടെ നോക്കി ഇന്റഗ്രേഷൻ വേരിയബിൾ ആരായി? യു ആയി. അതുകൊണ്ട് യുവിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ പ്ലേസിൽ നിങ്ങൾ ആദ്യം 0 എന്ന് കൊടുക്കണം, രണ്ടാമത് 1 എന്ന് കൊടുത്ത് രണ്ട് പുതിയ ലിമിറ്റുകളെ ഇങ്ങോട്ട് കണ്ടുപിടിച്ചിട്ട് വേണം ഇവിടോട്ട് അങ്ങോട്ട് കൊടുക്കാൻ. അതിനുവേണ്ടി സ്റ്റെപ്പ് ചെയ്ത് നോക്കിക്കേ. വെൻ എക്സ് ഈക്വൽ ടു ഈ 0, യു ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്, എക്സ് എന്നുള്ള പ്ലേസിൽ 0 കൊടുക്കുക. ഓക്കെ, അപ്പൊ ലോവർ ലിമിറ്റ് പുതിയ ലോവർ ലിമിറ്റിനെ നമ്മൾ കണ്ടുപിടിക്കുക. 0 പഴയ ലോവർ ലിമിറ്റാ, പുതിയ ലോവർ ലിമിറ്റിനെ കണ്ടുപിടിക്കുകയാണ്. യു ഈക്വൽ ടാൻ ഇൻവേഴ്സ് 0, ടാൻ ഇൻവേഴ്സ് 0 എല്ലാവരും അറിഞ്ഞിരിക്കണം 0 ആണ്. അപ്പൊ പുതിയ ലോവർ ലിമിറ്റ് 0 തന്നെയാണ്, മാറ്റം ഉണ്ടായില്ല. നെക്സ്റ്റ് രണ്ടാമത്തെ അപ്പർ ലിമിറ്റ് വെൻ എക്സ് ഈക്വൽ ടു 1, യു ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 കേട്ടോ. ഈ എക്സിന്റെ പ്ലേസിൽ നമ്മൾ 1 എന്ന് കൊടുത്തു. ടാൻ ഇൻവേഴ്സ് 1 എല്ലാവർക്കും അറിയേണ്ടതാ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിച്ചല്ലേ. ടാൻ ഏത് ഡിഗ്രിയാ? 145. 45 റേഡിയൻ പൈ ബൈ 4. ഓക്കെ, അപ്പൊ നമുക്ക് പൈ ബൈ 4 അതാണ് നമ്മുടെ ആൻസർ. അങ്ങോട്ട് കൊടുക്കണം പുതിയ അപ്പർ ലിമിറ്റ് പൈ ബൈ 4 കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇന്റഗ്രേറ്റ് ചെയ്യും. യുവിൻ ഇന്റഗ്രൽ യു സ്ക്വയർ ബൈ 2, എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2. യുവിൻ ഇന്റഗ്രൽ യു സ്ക്വയർ ബൈ 2. ഇന്റഗ്രൽ എക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. എക്സ് സ്ക്വയർ ബൈ 2. അപ്പൊ യുവിൻ ഇന്റഗ്രൽ എത്രയാണ്? യു സ്ക്വയർ ബൈ 2 ഓവർ ദ ലിമിറ്റ് 0 to പൈ ബൈ 4. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? യു കാണുന്നിടത്ത് ആദ്യം പൈ ബൈ 4 കൊടുക്കുക, മൈനസ് ഇടുക, പിന്നെ യു കാണുന്നിടത്ത് 0 കൊടുക്കുക. ഓക്കെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക, ഇടയ്ക്ക് മൈനസ് കൊടുക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും നോക്കിക്കേ. യുവിന് പൈ ബൈ 4 കൊടുക്കുമ്പോൾ പൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ ബൈ 2 മൈനസ് 0 സ്ക്വയർ ബൈ 2 ആണല്ലോ. അതാണ് കൃത്യമായിട്ട് മനസ്സിലാണ് നിങ്ങൾക്ക് എഴുതുക കേട്ടോ. ഈ യുവിന്റെ പ്ലേസിൽ പൈ ബൈ 4, യുവിന്റെ പ്ലേസിൽ 0, ഈ ബൈ 2 രണ്ടിടത്തും ഇട്ടേക്കണം. ഓക്കെ, ഇനി പൈ ബൈ 4 സ്ക്വയർ പൈ സ്ക്വയർ ബൈ 16, പിന്നെ ഒരു ബൈ 2 ഇടാൻ മറക്കരുത്. മൈനസ് ഇത് മുഴുവൻ എന്തായി പോയി? 0 സ്ക്വയർ ബൈ 2 0 കേട്ടോ. ആൻസർ വരുമ്പോൾ പൈ സ്ക്വയർ ബൈ 16 into 2 32. ഇത് പലർക്കും ഡൗട്ടാ. ഇതൊന്ന് വെട്ടാനൊക്കെ തോന്നും. 16 2 കൂടെ വെട്ടിയേക്കാം അവര് ഇങ്ങനെ അല്ലേ. അല്ല, ഇവർ രണ്ടുപേരും ഒരേ കുടുംബത്തിലാണ് കേട്ടോ. 16 2 ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ കുടുംബത്തിലുള്ളവരാ. അപ്പൊ രണ്ടുപേരും ചേരുക, വലിയ ഡിനോമിനേറ്റർ ആവും 32 കേട്ടോ. അല്ലാതെ വെട്ടി 8 എഴുതി വെക്കല്ലേ. അവസാനം ഒന്ന് നമ്മുടെ ചെറിയ കാര്യത്തിനായിരിക്കും വലിയ മാർക്ക് നഷ്ടപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് കയറാം. ഇന്റഗ്രൽ 0 to 1 dx by root of 2x plus 3. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പലർക്കും എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് എളുപ്പമൊക്കെ ആണ്, പക്ഷെ അങ്ങനെ തോന്നാനുള്ളൊരു കാര്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക.
ദാറ്റ് ഈസ് 0 to 1. ആദ്യം ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x plus 3 raised to 1/2 എന്നാണ് കേട്ടോ. 1/√x മാതിരി ചെയ്യാം, 1/√x 2√x ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഓക്കെ, അതായിരിക്കും ഇച്ചിരി നിങ്ങൾക്ക് നല്ലത്. അപ്പൊ ഇന്റഗ്രൽ 1/√x ആൻസർ 2√x എന്നാണ് കേട്ടോ. 1/√x. പക്ഷെ ഈ x എന്ന് പറഞ്ഞാൽ ലീനിയർ ആയതുകൊണ്ട് ഇത് ലീനിയർ ഉണ്ടോ, ഫസ്റ്റ് ഡിഗ്രി അല്ലേ മോനെ. ഇതിപ്പോ x² ആണെങ്കിൽ ഈ മെത്തേഡ് ഒന്നും പറ്റില്ല, ഓർത്തോണം. ഇത് x² ആണെങ്കിൽ പറ്റില്ല. x ആയതുകൊണ്ട് മാത്രം ഫസ്റ്റ് ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയൽ ആ റൂട്ടിനുള്ളിൽ കിടക്കുന്നത് കൊണ്ട് 1/√x 2√x എന്ന് പറഞ്ഞ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് മുന്നോട്ട് ധൈര്യമായിട്ട് പോകാം കേട്ടോ. 1/√x 2√x. അപ്പൊ നമുക്ക് ഇയാളെ നോക്കിക്കേ, ഇതിനെ മാറ്റി 1/√2x plus 3 dx. ഞാൻ ഒന്ന് കറക്റ്റ് ആക്കി കേട്ടോ. ഇതിപ്പോ 1/√x പോലെ ഈ എക്സിന്റെ പ്ലേസിലാണ് 2x plus 3 കിടക്കുന്നത്. അപ്പൊ ആൻസർ അതേപോലെ എഴുതാം. ആൻസർ എങ്ങനെ എഴുതാം? 2√2x plus 3. 2√x അല്ല, 2√x. ഈ x ഇവിടാണ് വന്നിരുന്നത്. അപ്പൊ ഈ 2x plus 3 ഇവിടെ വന്നു കേട്ടോ. 2√x എന്ന് മാതിരി ഈ √x ആണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. ഈ √2x plus എന്ന് എഴുതാം. തീർന്നില്ല. ബൈ ഉള്ളിൽ കിടക്കുന്ന 2x ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതും പലരും മറന്നുപോകും. ഓവർ ദ ലിമിറ്റ് എത്രയാണ്? 0 to 1. ഇങ്ങനെ 2 എന്തേ പോയി ക്യാൻസൽ ആയി. പക്ഷെ ഇത് തോന്നാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് മറ്റൊരു മെത്തേഡ് പറഞ്ഞു വന്നത്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യുന്നറിയോ? ഇന്റഗ്രൽ ഈ ഡിനോമിനേറ്റർ കിടക്കുന്നതിന് ന്യൂമറൽ എത്തിക്കുമ്പോൾ 2x plus 3 raised to -1/2 എന്ന് വരും കേട്ടോ. കാരണം റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ 2x plus 3 raised to 1/2 എന്നാണ്. ഇത് ഡിനോമിനേറ്റർ അല്ല, ഇയാള് കേട്ടോ. ഇവനെ പിടിച്ച് മണ്ടയ്ക്ക് എഴുതുമ്പോൾ 2x plus 3 whole raised to -1/2 ആവും. അപ്പൊ x raised n ന്റെ റിസൾട്ട് അപ്ലൈ ചെയ്യാം. x raised to n plus 1/n plus 1. ഇപ്പൊ 2x plus 3 raised to -1/2 plus 1/-1/2 plus 1. പിന്നെ 2x ന്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് പതിച്ച് പാടാം. അതിൽ തന്നെ നിങ്ങൾക്ക് ഈ റിസൾട്ട് 1/√x 2√x 1/√2x plus 3 2√2x plus 3/2 എഴുതാൻ മറക്കണ്ട. തീർന്നു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ എക്സിന്റെ പ്ലേസിൽ നമ്മൾ ആദ്യം 1 കൊടുക്കണം. ദാറ്റ് ഈസ് ഇതെല്ലാം പോയല്ലോ. √2x plus 3 എന്ന് മാത്രമേ ഉള്ളേ. എക്സിന് 1 കൊടുക്കുമ്പോൾ √2 into 1 plus 3 -0 കൊടുക്കുമ്പോൾ √2 into 0 plus 3. ആൻസർ √5 minus √3. ഇതാണ് കേട്ടോ. √5 മൈനസ് ആരാണ്? √3. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇങ്ങനെ വേണം ഇവനെയൊക്കെ ചെയ്തെടുക്കാൻ. വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എന്റെ തോന്നൽ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഈ ലിമിറ്റോടുകൂടിയൊക്കെയുള്ള കൊച്ചു ചോദ്യം വരും. പക്ഷെ നമുക്ക് മനസ്സിലാവത്തില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകൾ ഇതേപോലെ ഇന്ന് കാണും. നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക. അപ്പം എല്ലാവരിലോട്ടും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.